ഹലോ ഗൈസ്, അങ്ങനെ ആദർശിന്റെ കുത്തുവാക്കുകൾ സഹിക്കാൻ കഴിയാതെ ഒരുപാട് ആലോചിച്ചതിന് ശേഷം നയന ഒരു കടുങ്കൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആദർശിന് വേണ്ടിയായിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതം. അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ. വീട്ടിലോട്ട് ചെന്നാൽ അച്ഛൻ അറ്റാക്ക് വരും. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഞാൻ കാരണം എന്റെ വീട്ടുകാരെ അനാഥരാവരുത്. എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് എന്നോട് ബുദ്ധിമുട്ടുണ്ടാവരുത്. ആരും എന്നോടിപ്പോ പഴയ പോലെ സഹകരിക്കുന്നില്ല. അമ്മയല്ലാതെ മറ്റാരും എന്നോട് മിണ്ടുന്നില്ല. ഇതൊക്കെ നയന സ്വയം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഇതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ വീട്ടുകാരെ അനാഥരാക്കി ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതിനേക്കാളും നല്ലത് ഞാൻ ഇതൊക്കെ കാണാതെ പോകുന്നതല്ലേ എന്നൊക്കെ നയന സ്വയം മനസ്സിൽ കരുതാണ്. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് രാവിലെ സമയം നയനയാണ്. നയന കുളിച്ചൊരുങ്ങി പൂജാ റൂമിലൊക്കെ കയറിയിട്ട് ഒരു ചായ ഇട്ട് ആദർശിന്റെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് നയന ചായ ഒരു ഭാഗത്ത് വെച്ചിട്ട് ആദർശിനെ കാലി തൊടുന്നുണ്ട്. ആ സമയത്ത് നല്ല തണുപ്പ് പോലെ ആദർശിന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആദർശി ചാടി നിൽക്കുക. ഷേ, എന്താ ഇത്? നിന്റെ കൈ എന്താ ഐസോ? മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ടാണോ രാവിലെ തന്നെ നീ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്? ആദർശേട്ടാ, ഞാൻ അതിനെന്താ ചെയ്തത്? ആ കാലൊന്ന് തൊട്ടതല്ലേ? അത് ഞാൻ എന്നും ചെയ്യാറുള്ളതല്ലേ. ഇന്നിപ്പെന്താ ഇത്ര വലിയ പ്രശ്നം? ദേ, ഇതുവരെ ചെയ്തത് ചെയ്ത് ഇനി മുതൽ നീ അങ്ങനെ ചെയ്യണ്ട. എന്താ ആദർശേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോട് ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി എന്നെ ധിക്കരിച്ച് നിനക്ക് ചെയ്യാനാണ് ഭാവമെങ്കിൽ ആയിക്കോ. അല്ലേനും നീ അഹങ്കാരിയില്ലേ? അപ്പൊ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിലരൊക്കെ നന്ദിയില്ലാത്ത കൂട്ടത്തിലാ. അതുകൊണ്ടേ അത്തരക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് പോ എന്റെ മുന്നിന്ന്. രാവിലെ തന്നെ കണി കാണാൻ വന്നിരുന്നോളൂ. എന്തൊക്കെയാ ആദർശേട്ട ഈ പറയുന്നത്? ആദർശേട്ടൻ എന്നോട് പറയുന്ന ഓരോ വാക്കിന്റെയും അർത്ഥം എന്താണെന്ന് ആദർശേട്ടൻ ആലോചിക്കുന്നുണ്ടോ? ആദർശേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞാൻ നന്ദികേട് കാണിച്ചെന്ന്. അത്രമാത്രം എന്ത് നന്ദികേടാ ഞാൻ കാണിച്ചത്? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അത്രത്തോളം ആദർശേട്ടൻ എന്നെ വെറുത്തോ? അങ്ങനെ എന്ത് സംഭവം എന്നിൽ നിന്നുണ്ടായതെന്ന് ഒന്ന് എന്നോട് തുറന്നു പറഞ്ഞൂടെ? എല്ലാത്തിനും കഴിവ് തെളിയിച്ചവളാണല്ലോ. പിന്നെ എന്തുകൊണ്ട് എന്നോട് ചെയ്ത ഈ ഒരു കാര്യം മാത്രം നിനക്ക് ഓർത്തെടുത്തൂടാ? അതുകൊണ്ട് സ്വയം ചെയ്ത തെറ്റ് സ്വയം തന്നെ മനസ്സിലാക്കുന്നതാ നല്ലത്. മറ്റുള്ളവർ പറഞ്ഞു മനസ്സിലാക്കുന്നേക്കാളും നല്ലത് അത് തന്നെയാ. ദേ നയനെ, ഈ വേഷം കെട്ടുമായിട്ട് എന്റെ അടുത്തോട്ട് വരാൻ നിൽക്കണ്ട. നീ എനിക്കിനി ചായയോ ഒന്നും കൊണ്ട് തരാൻ നിൽക്കണ്ട. എന്റെ കാര്യം നീ നോക്കേ വേണ്ട. ഞാൻ എന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദർശേട്ടാ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് വന്നില്ലേ, എന്ത് ചെയ്യാനാ? അപ്പോ അത്രയ്ക്ക് എന്നെ ആദർശേട്ടൻ വെറുത്തല്ലേ? എന്നാ പിന്നെ ഈ ബന്ധം പിരിയുന്നതല്ലേ നല്ലത്? അതെ, അതേക്കുറിച്ച് ഞാൻ നിന്നോട് മുൻപ് സൂചിപ്പിച്ചല്ലോ. എനിക്ക് ഈ ബന്ധം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എന്റെ തലയിൽ നിന്ന് ഒഴിവായി തന്നാ മതി. പെട്ടെന്ന് തന്നെ ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കാം. ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കട്ടെ. എന്റെ അമ്മയ്ക്ക് അതല്ലായിരുന്നു ആദ്യം മുതലേ താല്പര്യം. എന്തായാലും അത് നടക്കട്ടെ. കൊള്ളം ആദർശേട്ടാ, കാര്യം കഴിഞ്ഞപ്പോ ആദർശേട്ടൻ എന്നെ വേണ്ട അല്ലേ? ഇതിലൂടെ ഞാനിപ്പോ അതാ മനസ്സിലാക്കുന്നത്. കാര്യം കഴിഞ്ഞപ്പോ വേണ്ടാതായത് ആരെയാണെന്നുള്ളത് സ്വയം ബുദ്ധിയിൽ ഓർത്തെടുത്താൽ നല്ലതായിരിക്കും. എന്നെപ്പം നിന്റെ വീട്ടുകാർക്ക് ആർക്കും വേണ്ടല്ലോ. ഇപ്പൊ പുതിയ അതിഥി അവിടെ എത്തിയിട്ടില്ലേ? എന്താ എന്താ ആദർശേട്ടൻ പറഞ്ഞത്? അത് പിന്നെ ഒന്നുമില്ല. എന്തായാലും നിന്റെ വീട്ടുകാർക്കും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനത്തെ പക്ഷം നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. നിനക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെങ്കിൽ ഞാൻ തരാം. കമ്പനിയിൽ തുടരണമെന്നുണ്ടെങ്കിൽ നിനക്ക് തുടരാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ കമ്പനിയിലേക്ക് പോകാം. അതൊക്കെ നിന്റെ ഇഷ്ടം. ആദർശേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കാകെ എന്റെ കാലും കൈയൊക്കെ കുഴയുന്ന പോലെ. ആ, ജീവിതമാവുമ്പോഴേ കുറച്ച് കൊഴിയേണ്ടി വരും. ഞാൻ അതിന് അങ്ങേപ്പുറം കുഴഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. ഇനിയിപ്പോ ഇവിടെ കിടക്കുന്നതിൽ എന്താ അർത്ഥം? നാളെ മുതലേ നീ ഈ റൂമിൽ കിടക്കണ്ട. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇഷ്ടം പോലെ മുറിയുണ്ടല്ലോ. ഞാൻ വേറെ മുറിയിൽ പോയി കിടന്നോളാം. നീ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. വേറൊരു കാര്യം, നിനക്ക് ഇവിടെ കിടക്കണമെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കിടക്കാം. താഴെയാണെങ്കിൽ കിടക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങി കിടന്നോളാം. അതായിരിക്കും നല്ലത്. വേണ്ട, കിടക്കാൻ അതിന് ഇവിടെ ആരും ഉണ്ടാവുന്നില്ല. പോരെ, ഞാൻ എന്റെ വീട്ടിൽ പോവാ. അതേതായാലും നല്ല അഭിപ്രായം. പെട്ടെന്ന് ഇവിടുന്ന് പെട്ടിയും കിടക്കി എടുത്ത് പൊയ്ക്കോ. ഇത് പറഞ്ഞ് ആദർശ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്. നയൻ അവിടുന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നത് ബാൽക്കണിയിലോട്ടാണ്. ഓരോന്നാലോചിച്ച് വിഷമിച്ച് നയന അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് ദേവ്യാനി വരുന്നുണ്ട്. ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന നയനയെ കണ്ടിട്ട്, മോളെ നയനെ. ആ അമ്മേ. മോളെ ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ കരച്ചിലാണല്ലോ. എന്താ മോളെ, ആദർശ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അമ്മേ, ആദർശേട്ടൻ ബന്ധം പിരിയാനൊക്കെ പറയുന്നത് ഇതിന് മാത്രം എന്താ ഉണ്ടായതെന്ന് എനിക്ക് അറിയില്ല അമ്മേ. മോളെ, എനിക്കും അത്ര ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അമ്മേ. പലപ്പോഴും ഈ സത്യം പറയാൻ വരുമ്പോൾ ആദർശേട്ടൻ അത് ഉൾക്കൊള്ളുന്നില്ല. സത്യം പറയാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ആദർശേട്ടൻ ഈ സത്യം അറിഞ്ഞു കാണുമെന്നാ. ഞാനും അമ്മയും തമ്മിൽ ഒന്നിച്ചത് അന്ന് അനി അവിടെ വന്നത് ഓർക്കുന്നില്ലേ? ഈ കാര്യം എങ്ങാനും ആദർശേട്ടൻ അറിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും എന്നെ അകറ്റി നിർത്തുന്നത്. ഇനി ആദർശേട്ടൻ എന്നെ സ്നേഹിക്കില്ല അമ്മേ. മോളെ ഒരിക്കലും അങ്ങനെ പറയരുത്. ആദർശ മോൾക്കുള്ളത് മാത്രമാണ്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ അമ്മ അവൻ്റെ തായിരിക്കില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവും.
ഇതൊന്ന് കണ്ടു വെക്കാൻ എനിക്ക് കഴിയില്ല. മോളല്ലേ എന്റെ ജീവിതം നിലനിർത്തിയത്. അവന് മോളോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ എന്തോ ഉള്ളി കണ്ടിട്ടുണ്ട്. അത് കഴിയുന്നത് വരെ ആയിരിക്കും അവന്റെ ഈ സ്വഭാവമൊക്കെ. എന്ന കൃത്യസമയത്ത് ജലജ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഒരു ചർച്ച? അപ്പൊ ദേവ്യാനി പ്ലേറ്റ് മാറ്റുന്നുണ്ട് കേട്ടോ. ദേവ്യാനി പറയുന്നുണ്ട്, ഞാൻ ഇവളോട് ചോദിക്കായിരുന്നു എന്തിനെങ്ങനെ വിഷമിച്ച് നിൽക്കുന്നെന്ന്. ഏത് സമയത്തും ഇപ്പൊ ഇവള് കണ്ണീരൊലിപ്പിച്ച് ഒരേ ഒരു നിർത്തിപ്പാ. ഏതായാലും ഇവളുടെ കഷ്ടകാലം തെളിഞ്ഞു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഏട്ടത്തിക്ക് അതിലെന്തിനാ വിഷമം? ഏടത്തിയുടെ മുഖത്തെന്ത് വിഷമമുള്ള പോലെ? എന്റെ മുഖത്ത് വിഷമമല്ല. ഞാനേ ഇവളിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ വെറുതെ ഒന്ന് വന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതെന്തെങ്കിലും ആവട്ടെ. അല്ല ഏട്ടത്തി, ഇവൾക്ക് ഇവളുടെ വീട്ടിൽ പൊക്കൂടെ? ആദർശൻ ഇനി ഇവളെ വേണ്ടി വരില്ല. ഇനി അങ്ങോട്ട് ചിലപ്പം ആദർശിന്റെ ജന്മശത്രു ആയിരിക്കും ഇവള്. അതിന് മാത്രം എന്തോ ഇവൾ ആദർശനോട് ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്ത് നയനക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നയന് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തത്? കാണാൻ എന്തിരിക്കുന്നു? ആദർശൻ എന്തെങ്കിലും പൊള്ളലേറ്റാലേ അത് പിന്നെ അവ മറക്കാൻ സമയം എടുക്കും. അതുകൊണ്ട് നിന്റെ കാര്യം ഗോവിന്ദ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത്. എന്താ ഇവിടെ കാര്യമായിട്ടുള്ള ചർച്ച? ഒന്നും പറയണ്ട മോളെ, ഒരുത്തിയെ ഭയങ്കര വിരഹത്തിലാ. എന്താ വിരഹോ? ഇപ്പഴേ ഇവളുടെ ഭർത്താവിന് ഇവളെ വേണ്ട. ഇവളെ ചേർത്ത് പിടിച്ച് നടന്നതായിരുന്നു അവന്. ഇപ്പൊ അവൻ അവളെ വേണ്ട. കറിവേപ്പില പോലെ ഇവളെ കറിയിന്ന് വലിച്ചെറിയുവാ. എത്ര കേട്ടിട്ടെന്താ എന്റെ ഏട്ടത്തി, അവർക്ക് നിങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് വിട്ട് പോകുന്നതല്ലേ നല്ലത്. അനാമിക്ക്, നിന്നോട് ആരെന്തെങ്കിലും ചോദിച്ചോ? നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ കയറി ഇടപെടണ്ട. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ നിന്റെ കാര്യത്തിൽ എന്താ ഇവിടെ ഒരു തീരുമാനമായത്? അനിക്ക് നിന്നെ ഇഷ്ടമുണ്ടോ? ആദ്യം നീ പോയിട്ട് അനിയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ നോക്ക്. എന്നിട്ട് മതി എന്നെ ഓരോന്ന് പറഞ്ഞ് ഇവിടുന്ന് പുറത്തിറക്കല്. നീ നിന്റെ കാര്യം പോയി നോക്കാദ്യം. എന്നാ അനാമികയ്ക്ക് കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അനാമിക നാവ് കൊണ്ട് പിറുപിറുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. ഇത് കണ്ടൊരു ജലജ എന്തൊക്കെ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, ജലജെ നീ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോവാൻ നോക്ക്. ഞാൻ പോവുക തന്നെയാ. അല്ല, ഏട്ടത്തി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഏട്ടത്തിയും വാ. ഇത് പറഞ്ഞ് ദേവ്യാനിയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആദർശനാണ്. ആദർശ് നയന് കൊണ്ടുവന്ന ചായ ആരും കാണാതെ കുടിക്കുകയാണ്. എന്നാൽ കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് ജയം വരുന്നുണ്ട്. ആദർശേ, അച്ഛ. അല്ല, എന്താ നിന്റെ ഭാവം? എന്ത് ഭാവം അച്ഛ? അല്ല, നയനമോളുടെ കാര്യത്തിൽ നീ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാന്നും പറഞ്ഞു. പക്ഷെ ഇപ്പൊ തോന്നുവാ അതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന്. അതൊക്കെ നീ ഓവറാക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയം. അച്ഛ, ഞാൻ ഓവറാക്കുകയാണോ? അവളെന്നോട് ചെയ്തതിന് ഒരു തിരിച്ചടി കൊടുക്കുക. തിരിച്ചടിയൊക്കെ കൊടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് നിന്റെ ജീവിതം വെച്ചാവരുതെന്ന് മാത്രം. ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ നയനമോള് നിന്റെ അമ്മയെ ജീവിതത്തേക്ക് കരപിടിച്ച് കയറ്റിയിട്ട്. അങ്ങനെ ഒരാളോട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ നീ ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി 1-2 ദിവസത്തേക്ക് നിനക്ക് ഇങ്ങനെ ചെയ്യാനായിരിക്കുമെന്ന്. പക്ഷെ നീ മോൾ ഓരോ ദിവസവും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അതെനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ മാത്രം അഭിപ്രായമല്ല, അജയനും അങ്ങനെ തന്നെയാ പറയുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അവരോട് ഇന്നലെ സംസാരിച്ചപ്പോൾ ഇതേപ്പറ്റി മുത്തശ്ശൻ എന്നോട് സൂചിപ്പിച്ചു. നിന്റെ മുത്തശ്ശൻ വരെ പറയുന്നത് ഇതൊക്കെ അവസാനിപ്പിച്ച് നിന്നോട് പഴയ പോലെ നയനയെ സ്നേഹിക്കാനാ. അച്ഛാ, ആരെന്തൊക്കെ പറഞ്ഞാലും ഇതെന്റെ വാശിയാണ്. ഇത് നടക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവൂ. അപ്പൊ നിന്റെ ഭാവം എന്താ? ഇനിയിപ്പൊ നയനമോളായിട്ട് ഇതുപോലെ കലഹിച്ച് കഴിയാനാണോ? ഇതൊക്കെ കണ്ട് ചിരിക്കുന്നവരെ ചുറ്റിലും വേറെയുണ്ട്. നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരവര്. അതാലോചിച്ച നിങ്ങൾക്കും നല്ലതാ. അവര് സന്തോഷിക്കട്ടെ, സന്തോഷിക്കുന്നിടത്തോളം സന്തോഷിക്കട്ടെ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തായാലും നടക്കും. അത് കഴിഞ്ഞിട്ട് എന്നെ നയനയെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റൂ. ശരി, നീ എന്താന്ന് വെച്ചായിക്കോ. നിനക്ക് നിന്റെ അമ്മയുടെ വാശിയാണ്. അതുകൊണ്ടേ ആ വാശി ദുർവാശി ആവരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതും പറഞ്ഞ് ജയൻ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോ ആദർശ മനസ്സിൽ കരുതുന്നുണ്ട്, ഞാൻ ഇപ്പൊ ചെയ്യുന്നതാ ശരി. കുറച്ചു ദിവസം കൂടി അങ്ങനെ തന്നെ മുന്നോട്ട് പോണം. എന്നാലേ അവൾക്ക് അവൾ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാവും. അതൊക്കെ കഴിഞ്ഞ ശേഷം നയന മുറിയിലോട്ട് വരുന്നുണ്ട്. ആദർശ് ഓഫീസിൽ വർക്ക് ചെയ്തോണ്ടിരിക്കാട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, അമ്മ വിളിച്ചിട്ടെന്താ ആദർശേട്ട ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ എന്തിനാ നിന്റെ വീട്ടിലുള്ളവരെ വിളിക്കുമ്പോ ഫോൺ എടുക്കണം? എന്താ ആദർശേട്ട ഇതൊക്കെ? എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ ആദർശേട്ടനെ വിളിച്ചിട്ട് ആദർശേട്ട ഫോൺ എടുത്തില്ല. നന്ദു ആദർശേട്ടനെ വിളിച്ചു, എന്നിട്ടും ആദർശേട്ട ഫോൺ എടുത്തില്ല. എന്നോടുള്ള വാശി എന്തിനാ അവരോട് കാണിക്കുന്നത്? അതെ, നീയും നിന്റെ വീട്ടുകാരും ഒരുപോലെ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടേ എനിക്ക് നിന്റെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും പറയാൻ നീ എന്റെ അടുത്തോട്ട് വന്നേക്കേണ്ട. നീയേ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. അവള് വന്നേക്കുന്നു. ആദർശേട്ടൻ അപ്പൊ എന്റെ കൂടെയല്ലേ ജീവിതം മടുത്തു അല്ലേ? എന്റെ വീട്ടുകാരെയും വേണ്ട അല്ലേ? അതെ, എനിക്ക് നിങ്ങൾ ആരെയും വേണ്ട. എന്നാ പിന്നെ ആദർശേട്ടൻ എടുത്തു കൊടുത്ത വീട് അങ്ങ് തിരികെ വാങ്ങിയേക്ക്. ഞങ്ങൾക്ക് ആദ്യമുള്ള വീട് തന്നെ ധാരാളമാണ്. അത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ മനസ്സറിഞ്ഞ് കൊടുത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്തതൊന്നും തിരിച്ച് വാങ്ങാറില്ല. എന്താ ആദർശേട്ട ഇങ്ങനെ?
ഇത് വലിയ ശല്യമാണല്ലോ. ഇതും പറഞ്ഞ് ആദർശ് അവിടുന്ന് എഴുന്നേറ്റ് പോകട്ടെ. നയനെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യാണ്. അപ്പം നയനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്തിനിങ്ങനൊരു ജീവിതം, ഇനി ആദർശമായിട്ട് എന്നെ സ്നേഹിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല എൻ്റെ വീട്ടിലോട്ട് ഞാൻ കയറി ചെന്നാൽ അതെൻ്റെ അച്ഛന് താങ്ങാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാരെ അനാഥരാക്കി എനിക്ക് ആരെയും വിഷമിപ്പിക്കാനും വയ്യ. ഇവിടെ നിൽക്കും തോറും അതിവിടുത്തെ അമ്മയ്ക്ക് വിഷമാവും. എനിക്ക് പറ്റില്ല ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ. അങ്ങനെ സ്വയം നയന മനസ്സിൽ തെറ്റായ രീതിയിലൊക്കെ ചിന്തിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് നയന പുറത്ത് ടെറസിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് അനാമിക കാണുന്നുണ്ട്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അവരുടെ മുറിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ടെറസിലേക്കുള്ള വഴി. അപ്പൊ അനാമിക ചോദിക്കാണ്, നിങ്ങളെങ്ങോട്ടാ? അത് ടെറസിൽ കുറച്ച് തുണി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ പോവാ. ഓ ശരി. ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയന എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ വരികയാണ്. പക്ഷെ നയന അവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ. ആദർശിന് എന്തൊക്കെയോ സംശയം തോന്നാണ്. അങ്ങനെ ആദർശ് അവിടെയൊക്കെ ചെന്ന് അന്വേഷിച്ച് നോക്കുന്നുണ്ട്, എവിടെയും നയനെ കാണുന്നില്ല. ആ സമയത്താണ് ജലജ അവിടെ നിൽക്കുന്നത്. ജലജയുടെ അടുത്ത് എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പച്ചി നയനെ കണ്ടിരുന്നോ? ഓ നിനക്കിപ്പോ നയനെ ആവശ്യമായോ? നയനെ കണ്ടിരുന്നോന്നല്ലേ ചോദിച്ചത്. നയനെയൊന്നും ഞാൻ കണ്ടില്ല. എന്നാ പിന്നെ അത് പറഞ്ഞാൽ പോരെ. അങ്ങനെ ആദർശ് വീണ്ടും അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് അന്വേഷിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നയനമോളെ ഞാൻ കണ്ടില്ലല്ലോ. കുറച്ചു നേരം മുൻപ് എന്നോട് വന്ന് ഒരുപാട് സങ്കടം പറഞ്ഞു. പക്ഷേ ഞാനും വസന്തരയും ഒരു തുള്ളി പോലും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൽ വിഷമമുണ്ട് എനിക്ക്. മോനെ എത്രയും പെട്ടെന്ന് ഈ വഴക്ക് അവസാനിപ്പിക്കണം. എനിക്കതാ നിന്നോട് പറയാനുള്ളത്. ആദർശ് ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ അവിടെ ഇവിടെയൊക്കെ ആദർശ് നോക്കുന്നുണ്ട്. അവസാനം അനാമികയുടെ അടുത്ത് എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, അനാമിക നയനയെ കണ്ടിരുന്നോ? അവരിപ്പോ ഇതിലൂടെ ഇങ്ങോട്ട് പോകുന്ന കണ്ടു. ടെറസിൽ കാണുന്നാ പറഞ്ഞത്, തുണി എടുക്കാൻ. ടെറസിലേക്കോ? അങ്ങനെ വല്ലതുമാണ് പറഞ്ഞത്. അങ്ങനെ ആദർശ് പെട്ടെന്ന് തന്നെ ഓടി ടെറസിലേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ നിൽക്കുകയാണ് അനാമിക. അനാമിക എന്തായാലും പിന്നിൽ ചെന്ന് നോക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ആദർശ് പെട്ടെന്ന് ടെറസിലേക്ക് ഓടി പോകുന്നുണ്ട്. ടെറസിന്റെ വാതിൽ തുറന്നപ്പോ തന്നെ നയന ചാടാൻ നിൽക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ പോയിട്ട് ആദർശ് നയനയെ കെട്ടിപ്പിടിക്കുകയാണ്. നയനെ എന്ത് പണിയാണ് നീ ചെയ്യുന്നത്? വീട് ആദർശേട്ടാ, ആർക്കും എന്നെ വേണ്ട. ആർക്കും ഞാനൊരു ബാധ്യതയാവുന്നില്ല ആദർശേട്ടാ, എന്നെ വിട്ടേക്ക്. നയനെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്താ ഇവിടെ ഉണ്ടായത്? ഞാൻ പറഞ്ഞത് എന്ത് കാര്യത്തിനാണെന്നുള്ളത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നീ അത് ഓർത്തെടുത്തിട്ടും നിനക്ക് തെറ്റാണെന്ന് മനസ്സിലാവുന്നില്ലേ? എന്നിട്ട് നീ വീണ്ടും നിന്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കുകയാണോ? എന്നാ അനാമികയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അനാമിക അവിടെ നിന്നിട്ട് എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നുമില്ല. നയനെ എനിക്ക് നിന്നോട് ഒരു പരാതിയില്ല. നീ എന്റെ കൂടെ വാ. എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ ആദ്യം കേൾക്ക്. വേണ്ട ആദർശേട്ടാ, ഇനി എനിക്ക് ആരുടെയും കൂടെ ജീവിക്കേണ്ട. എനിക്ക് മടുത്ത ഈ ജീവിതം. നയനെ ആദർശാണെങ്കിൽ നയനയുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. നയനെ സോറി, ഈ കാര്യം ഇപ്പൊ ഇവിടെ വെച്ച് പറയേണ്ടതല്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ മുറിയിലോട്ട് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഇതും പറഞ്ഞ് ആദർശ് നയനെ മുറിയിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ ആദർശ് നയനയുടെ കാല് വീണ് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു കിടലും ട്വിസ്റ്റ് നടന്ന എപ്പിസോഡാണ് ഈ എപ്പിസോഡ്. ഇതിന്റെ ബാക്കി കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.